ഇന്നലത്തെ പരിപാടി കഴിഞ്ഞിട്ട് കോഴിക്കോട് നിൽക്കുക നമുക്കൊന്നൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിട്ട് പോവാൻ നമ്മൾ പോണേക്ക് സ്വാലത്തായ ബിലീസിന് വണ്ടി കയറ്റി ചായ കുടിച്ചാൻ വേണ്ടിട്ട് വൈറ്റ് ഹൗസ് കയറി ഏഷ്യാടായതിന്റെ സ്മെല്ല് കാരണം അവിടെ ഈ വീഡിയോ ഓരോ നെയ്റോസ്റ്റും കഴിച്ചു. സൂപ്പർ സാധനം. വെറുതെ നമ്മളെ മുമ്പിൽ പുളിയാൻ വേണ്ടിട്ട് വിത്തൗട്ട് ആപ്പിൾ ജ്യൂസ് ഒക്കെ കുടിച്ചു. അഭിനയന്റെ അടുത്ത് കൂടി പോകത്തോണ്ട് നല്ലോ ഇടങ്ങാറായി. അഭിനയിച്ചു കഴിഞ്ഞാണ്ട് നമ്മൾ ഓരോ മന്തി അതും കഴിഞ്ഞാണ്ട് പിന്നെ തുടങ്ങി നമ്മളെ ചേമ്പിൽ വെള്ളം കുടിക്കൂല അല്ലെങ്കിലും നല്ല കലാകാരന്മാരെ സമൂഹം അംഗീകരിക്കൂലല്ലോ. അഭിനയം കഴിഞ്ഞ് ഞാൻ എത്തണം എന്താ എനർജിക്ക് വേണ്ടിട്ട് ഒരു റെഡ് ബുൾ കുടിച്ചു. ഓരോ വയ്ക്കുന്ന നമ്മളെ ഫ്രണ്ടിനെ പിക്ക് ചെയ്ത് ഇതിന് പിന്നെ ഒരു അവസാനമൊന്നുമില്ല. പെട്ടിയോട്ടർഷിക്ക ലൈവിൽ ഫിറ്റ് ചെയ്ത പോലെ പുതിയതായി അറിഞ്ഞ ആലോ മമ്മി സിനിമ ആണ് നമ്മൾ വന്നിക്കണേ. എന്റെ ഫേവറേറ്റ് നടൻ ഷർഫുദ്ദീന്റെ ഐശ്വര്യലക്ഷ്മിന്റെ പടം. പടത്തിനെ പറ്റി പറയാനാണെങ്കിൽ ചിരിച്ച് പള്ള എനിക്കല്ലോ. പടത്തിന് പോകണമെങ്കിൽ ചിരിക്കാൻ റെഡി ആയിട്ടാണ് പോയാൽ മതി. അമ്മാരി കോമഡി. ഇത് പിന്നെ ചിരിയാണോ കൊണിച്ചിലാണെന്ന് ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അജാതി കൊണിച്ചിൽ. ഇവൻ പിന്നെ ചിരിച്ച് കണ്ട് മൂത്രം പോകാനായി കേറിയപ്പോ തൊടത്തി ചിരിച്ചല്ല ചെറുതായിട്ട് പേടിച്ചും ചെയ്യും. പിന്നെ റൊമാൻസും ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഒന്ന് കഴിഞ്ഞതിനറിയില്ല അത്ര കടിപൊളി. സെക്കൻഡ് ഹാഫിലെ ട്വിസ്റ്റിന് വേണ്ടി വെച്ച് ചെയ്തിരിക്കണേ. ഇതിന് പിന്നെ രണ്ട് മക്കളുണ്ടെങ്കിലും അതിനുള്ള ബുദ്ധി പഠിച്ചോ കൊടുത്തിട്ടില്ലല്ലോ. ഇമോഷണൽ വേണ്ടവർക്ക് ഇമോഷണലും മേറൊക്കെ ആകുന്ന ലോലിച്ചിട്ട് കണ്ടു. സിനിമ എങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സിനിമ. അടിപൊളി പടം, സൂപ്പർ പടം, കുഴപ്പമൊന്നുമില്ല. ഇമോഷണലും കോമഡി മെഹറിനെ അങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടു. സ്വന്തം പേരിലൊരു പണി പറഞ്ഞ കേൾക്കാത്ത നമുക്കാണ് മെഹറിനെ സഹായിക്കണോ. അതിന് ഫുഡൊക്കെ കയറി നമ്മൾ ഈ വീഡിയോ നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു. പോണായി കഴിഞ്ഞ മുതലാളി നമുക്ക് ഒരാൾ നീ പായസം ബാക്കി നാളെ